ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലം പിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സാറ്റിൻ മെറ്റീരിയലിൽ ബ്യൂട്ടിഫുള്ളായിട്ട് അതും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് നല്ല ഭാഗം അകത്ത് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. നടുക്ക് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കൊരു ഗ്യാപ്പ് വിടണം. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്യാണ്. മെഷർമെൻറ്റ് സ്ക്രീനിൽ കണ്ടല്ലോ, 50 സെൻറ്റിമീറ്റർ ലെങ്ത്തും 15 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത്രയും ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്യാണ്ട് ഗ്യാപ്പ് വിടുന്ന ഭാഗമാണ് ഞാൻ നടുക്ക് മാർക്ക് ചെയ്തേക്കുന്നത്. സോ അടുത്ത് നമുക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഒരു ലൈൻ കിട്ടുമല്ലോ, അപ്പോൾ ആ ലൈൻ അനുസരിച്ച് മാർക്ക് ചെയ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേ സെയിം രീതി തന്നെ നമ്മൾ അടുത്ത സൈഡും ചെയ്യാം. ഈ പിന്ന് കുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ക്ലോത്ത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുത്തി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ നടുക്ക് ഭാഗം വിട്ടിട്ട് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്യാം. തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ കൈത്തുന്നൽ വെച്ചിട്ട് നമുക്ക് ഹെയർ ബോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ ഹെയർ ബോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഹെയർ ആക്സസറീസ് ട്യൂട്ടോറിയൽ വീഡിയോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ക്ലോത്തിൻ്റെ നല്ല ഭാഗം പുറത്തോട്ടെടുത്തൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നടുക്ക് ഭാഗം മാർക്ക് ചെയ്തിട്ട് 4 സെൻറ്റിമീറ്റർ റൈറ്റിലോട്ടും 4 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലോട്ടും മാർക്ക് ചെയ്യുക. കണ്ടോ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഭാഗവും കറക്റ്റ് ഓർഡറിൽ തന്നെ വരും. ക്ലോത്ത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 ക്ലിപ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. യൂഷ്വലി എല്ലാ ഹെയർ ബോസും ചെയ്യുന്ന പോലെ തന്നെ നടുക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നടുക്ക് മിഡിൽ പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഭയങ്കര ഈസി അല്ലേ ഈ ഹെയർ ബോ ചെയ്യാനായിട്ട്? ഒരു ഹാഫ് ആൻ അവർ കൊണ്ടിട്ട് തന്നെ നമുക്കിത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ചീസ് ഉണ്ടെങ്കിൽ അത്രയും സമയത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. നമുക്ക് അടിപൊളി ഒരു ഹെയർ ബോ റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് വെക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സോ ഇവിടെ നമ്മൾ സെൻറ്റർ ക്ലിപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അലിഗേറ്റർ ക്ലിപ്പോ ബണ്ണോ എന്ത് വേണോ യൂസ് ചെയ്യാം. എന്നിട്ട് ക്ലിപ്പ് വെച്ച ശേഷം നമുക്ക് നടുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം ആ എക്സ്ട്രാ കാണുന്നില്ലേ, ആ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാറ്റിൻ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.